It's a great joy to bring you God's word today, my precious friend. സ്നേഹിത, ഇന്ന് ദൈവത്തിന്റെ വചനം നിങ്ങൾക്ക് പകർന്നു നൽകുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. God loves you. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. Surely he will lift you up. തീർച്ചയായും ദൈവം നിങ്ങളെ ഉയർത്തും. Today's promise, Psalm 75:10 says, the horns of the righteous shall be lifted up. ഇന്നത്തെ വാഗ്ദത്ത വചനമായ സങ്കീർത്തനം 75:10 പറയുന്നു, നീതിമാന്മാരുടെ കൊമ്പുകളോ ഉയർന്നിരിക്കും. God is surely going to raise you up from the situation that you are in today. ഇന്ന് നിങ്ങളായിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് ദൈവം നിങ്ങളെ ഉയർത്തുവാൻ പോകുന്നു. I would like to share with you a wonderful ഒരു testimony. അത്ഭുതകരമായ സാക്ഷ്യം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കട്ടെ. A sister Salsa was carrying her younger daughter. At that moment, her husband died. ഒരു സഹോദരി തന്റെ ഇളയ മകളെ കൈകളിൽ വഹിച്ചിരിക്കുകയായിരുന്നു. ആ സമയത്ത് അവരുടെ ഭർത്താവ് മരിച്ചു. She and her elder son had no place to stay after that. ആ സഹോദരിക്കും അവരുടെ മൂത്ത മകനും പിന്നീട് താമസിക്കുവാൻ സ്ഥലമില്ലായിരുന്നു. They were living in a small hut. അവർ ചെറിയൊരു കുടിലിൽ ആയിരുന്നു താമസിച്ചിരുന്നത്. It is there she delivered her second child. അവിടെ വെച്ചാണ് ആ സഹോദരി തന്റെ രണ്ടാമത്തെ കുഞ്ഞിനെ ജന്മം നൽകിയത്. And she brought up her children in a very difficult അവർ situation. വളരെയധികം ദുർഘടങ്ങൾ നിറഞ്ഞ സാഹചര്യത്തിലാണ് തന്റെ മക്കളെ വളർത്തി വലുതാക്കിയത്. No food to eat. അവർക്ക് ഭക്ഷിക്കുവാൻ ഭക്ഷണം ഉണ്ടായിരുന്നില്ല. She would do odd jobs to earn money. അവർ പണം സമ്പാദിക്കുവാൻ എല്ലാ ജോലികളും ചെയ്തിരുന്നു. Literally worked as a daily wage earner, a coolie. അക്ഷരാർത്ഥത്തിൽ അവർ ഒരു കൂലിപ്പണിക്കാരിയായിരുന്നു. അത്രമാത്രം കഷ്ടപ്പെട്ടാണ് മക്കളെ വളർത്തിയത്. It was at that time she heard about Jesus called Prayer ആ Tower. സമയത്തായിരുന്നു അവർ യേശു വിളിക്കുന്നു പ്രാർത്ഥനാ ഗോപുരത്തെക്കുറിച്ച് കേട്ടത്. And she was so blessed through the prayers offered there. അവിടെ അർപ്പിക്കപ്പെട്ട പ്രാർത്ഥനകളിലൂടെ അവർ വളരെയധികം And അനുഗ്രഹീതയായി. she started supporting the ministry with her meager earnings. അവർ തന്റെ ചെറിയ വരുമാനത്തിൽ നിന്ന് ശുശ്രൂഷയെ സഹായിക്കുവാൻ തുടങ്ങി. But then God started blessing her as she began to give to God's ministry to care for others. എന്നാൽ മറ്റുള്ളവരെ പരിപാലിക്കുന്നതിനു വേണ്ടി അവർ ദൈവവേലയ്ക്ക് സ്തോത്രക്കാഴ്ചകൾ നൽകുവാൻ തുടങ്ങിയപ്പോൾ ദൈവം അവരെ അനുഗ്രഹിക്കുവാൻ ആരംഭിച്ചു. She started watching the Jesus Calls TV programs. അവർ യേശു വിളിക്കുന്നു പ്രാർത്ഥനാ സമയം പരിപാടികൾ കാണുവാൻ തുടങ്ങി. That too in her neighbor's house. അതും അവരുടെ അയൽക്കാരുടെ വീട്ടിൽ ചെന്നാണ് കണ്ടുകൊണ്ടിരുന്നത്. Every time I would pray, she would say, will not a miracle take place in my life? ഓരോ സന്ദർഭത്തിലും ഞാൻ പ്രാർത്ഥിക്കും. അപ്പോൾ അവർ പറയും, എന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കുകയില്ലേ? And one day when I was bringing God's word, the Holy Spirit, the Lord, spoke to her directly through my words. ഒരു ദിവസം ഞാൻ ദൈവവചനം പങ്കുവെക്കുമ്പോൾ പരിശുദ്ധാത്മാവ് കർത്താവ് എന്റെ വചനങ്ങളിലൂടെ ആ സഹോദരിയോട് നേരിട്ട് സംസാരിച്ചു. As I said, God is going to lift you up now. ദൈവം ഇപ്പോൾ നിങ്ങളെ ഉയർത്തുവാൻ പോകുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ God's will is going to be perfected in your life. ദൈവത്തിന്റെ ഹിതം നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറുവാൻ പോകുന്നു. Those words went as a soothing balm into her heart. ആ വാക്കുകൾ ആശ്വാസം പകരുന്ന ഒരു പരിമള ലേപന ഔഷധം പോലെ ആ സഹോദരിയുടെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ചു. After those prayers, God started working in her life. ആ പ്രാർത്ഥനകൾക്ക് ശേഷം ദൈവം അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങി. Along with his friends, the elder son started a business. തന്റെ സ്നേഹിതന്മാരോട് ചേർന്ന് അവരുടെ മൂത്ത മകൻ ഒരു ബിസിനസ് ആരംഭിച്ചു. Now he has branched into his own business. ഇപ്പോൾ അവൻ തന്റെ സ്വന്തം ബിസിനസ് തുടങ്ങിയിരിക്കുന്നു. And God has blessed the family. ദൈവം കുടുംബത്തെ അനുഗ്രഹിച്ചു. They have their own house. ഇന്ന് അവർക്ക് സ്വന്തമായി ഒരു വീടുണ്ട്. What a joy. എത്ര വലിയ സന്തോഷമാണിത്. Everyone is amazed. ഇതെല്ലാം കണ്ടപ്പോൾ എല്ലാവരും വിസ്മയിച്ചു. Truly God lifted them up. സത്യമായും ദൈവം അവരെ ഉയർത്തി. My friend, സ്നേഹിതന്മാരെ, God will do it for you. ദൈവം നിങ്ങൾക്ക് വേണ്ടിയും അത് ചെയ്യും. The Bible says he is the lifter of our heads. വേദപുസ്തകം പറയുന്നു ദൈവം നമ്മുടെ തലയെ ഉയർത്തുന്നവനാകുന്നു. In the place where you have gone through shame, humiliation and poverty, God will lift you up. നിങ്ങൾ ലജ്ജയിലൂടെ അപമാനത്തിലൂടെ ദാരിദ്ര്യത്തിലൂടെ കടന്നുപോയ അതേ സ്ഥാനത്ത് ദൈവം നിങ്ങളെ ഉയർത്തും. Yes, that's why Jesus humbled himself to the cross, even unto death, so that he would understand your agony and have the
power to lift you up. യേശു ക്രൂശിലെ മരണത്തോളം തന്നെ താൻ താഴ്ത്തിയത് നിങ്ങളുടെ കഠിനവേദ മനസ്സിലാക്കുവാൻ ഉയർത്തുവാനുമുള്ള ശക്തി യേശുവിനുണ്ട്. Come, let's pray to him. വരൂ നമുക്ക് യേശുവിനോട് പ്രാർത്ഥിക്കാം. Lord Jesus, കർത്താവായ യേശുവേ, have mercy on your son. അങ്ങയുടെ മകനോട് കരുണ തോന്നേണമേ. Have mercy on your daughter. അങ്ങയുടെ മകളോട് കരുണ തോന്നേണമേ. They may be in the lowest levels in their life, അവർ ജീവിതത്തിൽ ഏറ്റവും താഴ്ന്ന അവസ്ഥയിലായിരിക്കാം. with nothing in their hands, അവരുടെ കൈകളിൽ ഒന്നും ഉണ്ടായിരിക്കുകയില്ല. with nobody to help them. അവരെ സഹായിക്കുവാൻ ആരും ഉണ്ടായിരിക്കില്ല. But you are their heavenly Father. എന്നാൽ അങ്ങ് അവരുടെ സ്വർഗീയ പിതാവാണല്ലോ. As they faithfully support your ministry in prayer and in every other means, അവർ പ്രാർത്ഥനയിലൂടെയും മറ്റെല്ലാ വിധത്തിലും അങ്ങയുടെ ശുശ്രൂഷയെ വിശ്വസ്തയോടെ പിന്താങ്ങുന്നതുകൊണ്ട് lift them up, Lord. അങ്ങ് അവരെ ഉയർത്തേണമേ. Lift them up, Lord. അവരെ ഉയർത്തേണമേ. Take away everything that hinders their progress. അവരുടെ പുരോഗതിക്ക് തടസ്സമായി നിൽക്കുന്ന സകലതിനെയും എടുത്തു Give മാറ്റേണമേ. them the strength to enter into new doors for their prosperity. സമ്പൽ സമൃദ്ധിയിലേക്കുള്ള പുതിയ വാതിലുകളിലേക്ക് പ്രവേശിക്കുവാനുള്ള ബലം അവർക്കങ്ങ് നൽകണമേ. Let them start earning money. അവർ പണം സമ്പാദിക്കുവാൻ തുടങ്ങട്ടെ. Let them start getting victory in their education. അവർക്ക് പഠനത്തിൽ വിജയം ലഭിക്കുവാൻ Let ആരംഭിക്കട്ടെ. them rise up in their jobs. അവർ ജോലിയിൽ ഉയർച്ച പ്രാപിക്കട്ടെ. Let them be established in families and have a house, Lord. അവർ കുടുംബത്തിൽ യഥാസ്ഥാനപ്പെടട്ടെ. അവർക്ക് സ്വന്തമായി വീടുകൾ ഉണ്ടാകട്ടെ. I pronounce this blessing ഈ upon them. അനുഗ്രഹങ്ങൾ അവരുടെ മേൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ അനുഗ്രഹിച്ചു ചൊല്ലുന്നു. Thank you for perfecting it, Lord. അങ്ങത് നിറവേറ്റുന്നതിനാൽ അങ്ങേക്ക് സ്തോത്രം കരേറ്റുന്നു. In Jesus' name. യേശുവിന്റെ നാമത്തിൽ Amen. ആമേൻ. God bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. My friend, സ്നേഹിതന്മാരെ, call the prayer tower anytime. 24 hours it's open for us to pray with you. നിങ്ങൾക്ക് ഏത് സമയത്തും പ്രാർത്ഥനാ ഗോപുരത്തിലേക്ക് വിളിക്കാം. 24 മണിക്കൂറും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. Store the number that you see on the screen and call for prayer. It's absolutely free. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പർ സൂക്ഷിച്ചു വെക്കുവിൻ. പ്രാർത്ഥനയ്ക്കായി വിളിക്കുവിൻ. ഇത് തികച്ചും സൗജന്യമാണ്. And the Lord Jesus will do miracles. കർത്താവായ യേശുക്രിസ്തു അത്ഭുതം ചെയ്യും. God bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.